പൊതുപ്രവർത്തകർ ഉൾപ്പെടെ സഭയുമായി ബന്ധപ്പെട്ട വിശ്വാസ സമൂഹത്തിന്റെ പ്രതിനിധികൾ ഉൾപ്പെടെയുള്ളവർ, അഭിഭാഷകർ, വലിയൊരു നിര തന്നെ അവിടെ ഉണ്ടായിരുന്നു. കന്യാസ്ത്രീമാർ, കേരളത്തിൽ നിന്നുള്ളവരുണ്ട്. അവിടുത്തെ അതിരൂപതയുമായി ബന്ധപ്പെട്ട കന്യാസ്ത്രീ മഠങ്ങളിലെ പ്രതിനിധികൾ ഉണ്ടായിരുന്നു. വൈദികന്മാർ ഉണ്ടായിരുന്നു, രാഷ്ട്രീയ നേതാക്കന്മാർ ഉണ്ടായിരുന്നു. ഇവരുടെയൊക്കെ തന്നെ കഠിന പ്രയത്നത്തിന്റെ ഭാഗമായിട്ട് തന്നെയാണ് സർക്കാർ അയയുന്നതും സംസ്ഥാന സർക്കാരിന്റെ ഭാഗത്തു നിന്നും പ്രോസിക്യൂഷൻ ഒരു കടുത്ത നിലപാടിലേക്ക് പോകാത്തൊരു സമീപനം NIA കോടതിയിൽ സ്വീകരിച്ചത്. അതുകൊണ്ടാണ് തന്നെ കർശന വ്യവസ്ഥകൾ ഇല്ലാതെ തന്നെ ഒരു ജാമ്യം ലഭ്യമാക്കുകയും ചെയ്തിരിക്കുന്നത്. അനൂപ് ദാസ് ഇപ്പോൾ കോൺവെന്റിലേക്ക് എത്തിയെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അനൂപ്, കോൺവെന്റിലേക്ക് തന്നെയാണ് ഇപ്പോൾ കന്യാസ്ത്രീകളും എത്തിയിരിക്കുന്നത്. അവിടെ എത്തുമ്പോഴുള്ള അവർക്കുള്ള വരവേൽപ്പ്, ഈ 9 നാൾ കഴിയുമ്പോഴുള്ള അവരുടെ ഒരു ആഹ്ലാദ നിമിഷമൊക്കെ എങ്ങനെ പങ്കുവയ്ക്കാൻ കഴിയുന്നുണ്ട്, കാണാൻ കഴിയുന്നുണ്ട്? കോൺവെന്റിനുള്ളിലേക്ക് 2 കന്യാസ്ത്രീകളും കോൺവെന്റിനുള്ളിലേക്ക് കയറി ഇവിടെ എത്തിയപ്പോൾ അവരെ ഇവിടെയുള്ള മറ്റ് കന്യാസ്ത്രീകൾ സ്വീകരിച്ചു എന്നാണ് മനസ്സിലാക്കുന്നത്. ഇപ്പോൾ രാജീവ് ചന്ദ്രശേഖരും BJP നേതാക്കളും കന്യാസ്ത്രീകളും ഇവിടെയുണ്ട്. അകത്ത് അവർ ചർച്ച നടത്തുകയാണ്. എന്തായാലും ഏറ്റവും സന്തോഷകരമായ, അവർ പുറത്തിറങ്ങിയ നിമിഷത്തിന് ശേഷം നേരിട്ട് ജയിലിന് തൊട്ടുപുറത്ത് ഏതാണ്ട് 2 കിലോമീറ്റർ ഇപ്പുറത്തുള്ള ഈ കോൺവെന്റിലേക്കാണ് എത്തിയത്. എന്തായാലും ആ സുന്ദരമായ നിമിഷം രണ്ട് കന്യാസ്ത്രീകളുടെയും സഹോദരങ്ങൾ ഇവിടേക്ക് എത്തുകയാണ്. അതിന്റെ ദൃശ്യങ്ങൾ കൂടി നമുക്കിപ്പോൾ കാണാം. ഇതാ BJP നേതാക്കളും കന്യാസ്ത്രീകളും കന്യാസ്ത്രീകളുടെ സഹോദരങ്ങളും ഇവിടെ കോൺവെന്റിലാണുള്ളത്. അതിന്റെ തത്സമയ ദൃശ്യങ്ങളാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ ജോസഫ് മാത്യു, സിസ്റ്റർ വന്ദന ഫ്രാൻസിസിന്റെ സഹോദരൻ അകത്തേക്ക് കയറി പോകുന്നു. ദീപ ഫ്രാൻസിസ്, വന്ദന ഫ്രാൻസിസിന്റെ സഹോദരി അകത്തേക്ക് കയറി പോകുന്നു. ഇങ്ങനെ സഹോദരങ്ങളും BJP നേതാക്കളും കന്യാസ്ത്രീകളും മാത്രമാണ് ഇപ്പോൾ ഈ കോൺവെന്റിലുള്ളത്. മറ്റ് ജനപ്രതിനിധികൾ കൂടി അല്പസമയത്തിനകം ഇവിടേക്ക് എത്തും. പുറത്തിറങ്ങിയതിന്റെ സന്തോഷവും ആഹ്ലാദവും എല്ലാം പങ്കുവെക്കും എന്നാണ് നമുക്കിപ്പോൾ മനസ്സിലാക്കാൻ കഴിയുന്ന കാര്യം. എന്തായാലും 9 ദിവസത്തെ ജയിൽവാസത്തിന് ശേഷം 2 കന്യാസ്ത്രീകളും ഒപ്പം 19 വയസ്സുകാരൻ ആദിവാസി യുവാവ് കൂടി പുറത്തിറങ്ങിയിരിക്കുന്നു. 3 പേരുടെയും ജാമ്യം സാധ്യമായിരിക്കുന്നു. അതേസമയം തന്നെ ഇവർ അകത്താകാൻ കാരണമായ, ഇവർ ജയിലിനകത്ത് കിടക്കാൻ കാരണമായപ്പോൾ രാജീവ് ചന്ദ്രശേഖർ പുറത്തേക്ക് ഇറങ്ങിയിരിക്കുന്നു. രാജീവ് ചന്ദ്രശേഖറിന്റെ പ്രതികരണം നമ്മൾ പ്രതീക്ഷിക്കുന്നുണ്ട്. ഒപ്പം കന്യാസ്ത്രീകളുമുണ്ട് എന്നാണ് മനസ്സിലാക്കുന്നത്. അതായത് ജയിൽ മോചിതരായ കന്യാസ്ത്രീകളല്ല, അല്ലാത്ത ആളുകൾ, ജയിൽ മോചിതരായ കന്യാസ്ത്രീകൾക്ക് മാധ്യമങ്ങളോട് സംസാരിക്കുന്നതിന് കോടതിയുടെ വിലക്കുണ്ട്. എന്നാൽ മറ്റ് ചില കന്യാസ്ത്രീകളോടൊപ്പം രാജീവ് ചന്ദ്രശേഖർ മാധ്യമങ്ങളെ കാണാൻ വേണ്ടി വരുന്നു എന്ന് മനസ്സിലാക്കുകയാണ്. ഇന്ന് രാവിലെയാണ് രാജീവ് ചന്ദ്രശേഖർ ഇവിടെ ഛത്തീസ്ഗഡിലേക്ക് എത്തിയത്. അദ്ദേഹം ആഭ്യന്തരമന്ത്രിയും മറ്റു പ്രധാനപ്പെട്ട സർക്കാരിലെ ചിലരുമായി കൂടിക്കാഴ്ച നടത്തി. അതിനുശേഷമാണ് ഈ ജാമ്യം ലഭിച്ചു എന്നറിഞ്ഞതിന് ശേഷം ജയിൽ പരിസരത്തേക്ക് വന്നത്. ഉടനെ തന്നെ മോചനത്തിനുള്ള ഇടപെടലുകൾ കുടുംബവും മറ്റ് അഭിഭാഷകരും ഒക്കെ ചെയ്തിരുന്നു. അതിന്റെ ഭാഗമായിട്ടാണ് 10 മിനിറ്റ് മുൻപ് ജയിൽ മോചനം സാധ്യമായത്.